സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കുന്നു. ശ്രദ്ധിക്കൂ. ഇത് മെക്കദോനിയയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതും ആകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്തുനാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയധര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുധിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ട് ഇരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനം ഏറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു. വിശുദ്ധനായ പൗലോസ് നല്ല ഒരു ദൈവദാസനായിരുന്നു. അവൻ യേശുക്രിസ്തുവിന്റെ പാതകളെ പിന്തുടർന്ന ഒരു ദൈവഭക്തൻ ആയിരുന്നു. യേശുക്രിസ്തു എങ്ങനെയാണോ ശുശ്രൂഷകൾ ചെയ്തത്, പൗലോസും അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ ഇടയായി. യേശുക്രിസ്തു എങ്ങനെയുള്ള ശുശ്രൂഷയാണ് ചെയ്തത്? ഒരു ആശ്രമമൊക്കെ പണിതുകൊണ്ട്, ഭക്തന്മാരെ എൻ്റെ അടുക്കലേക്ക് വരിക, വന്നിട്ട് മോക്ഷം പ്രാപിച്ചു പോക എന്ന് പറഞ്ഞോ? പിന്നെ എന്താണ് ചെയ്തത്? എന്താണവൻ ചെയ്തത്? അവൻ കാൽനടയായിട്ട് ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് നശിച്ചു പോകുന്ന ആളുകളെ അന്വേഷിച്ച് രക്ഷിച്ചു. പാപികളെ തിരഞ്ഞിട്ട് അവരെ രക്ഷിച്ചു. രോഗികളായിരുന്നവർക്ക് സൗഖ്യം കൊടുത്തു. ഭൂതബാധിസ്ഥർക്ക് വിടുതൽ കൊടുത്തു. ദൈവത്തിൻ്റെ വചനത്തെ ഉപദേശിച്ചു. മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലാണ് സന്തോഷത്തോടെ ആയിരിക്കുന്നത്, എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയും എന്നുള്ള സ്വർഗീയ വിഷയങ്ങളെ അവൻ ഉപദേശിച്ചു. വിശുദ്ധനായ പൗലോസും അതുപോലെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് കർത്താവ് പറഞ്ഞതുപോലെ പോയിട്ട് അവിടെ സഭകൾ സ്ഥാപിച്ചു, ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. എന്നാൽ ആ സഭകളിൽ അധികാരത്തോടെ അവിടെ തന്നെ അവൻ താമസിച്ചില്ല. ആ സഭകളെ മറ്റുള്ള ആളുകൾക്ക് ഏൽപ്പിച്ചിട്ട് വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ കടന്നുപോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ, അങ്ങനെ അവൻ്റെ ആഗ്രഹമനുസരിച്ച് ഇവിടെ മക്കദോനിയ എന്ന ഗ്രാമത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. ഫിലിപ്പി എന്ന പട്ടണത്തിലേക്ക് വരുവാൻ ഇടയായി. അവിടെയുള്ള ആരെയും അറിയില്ല, ആരും അവരെ ക്ഷണിച്ചതല്ല. എന്നാൽ കർത്താവ് അവിടേക്ക് പോകുവാൻ പറഞ്ഞു. യേശുക്രിസ്തുവിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. യേശുവിന് ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തണമെങ്കിൽ ആദ്യം നീ മാറണം. നീ മാറാതെ നിന്റെ ഭർത്താവ് മാറണമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന കാര്യം അല്ല. ഇവിടെ ചില സ്ത്രീകളാണ് വന്നത് പുഴവക്കത്ത് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. അവർക്ക് യേശു ആരാണെന്ന് അറിയില്ല. യേശുവിനെ അറിയാത്ത വ്യക്തികളും പ്രാർത്ഥിക്കുമോ ഇല്ലയോ? അറിയാമോ? ചെയ്യും. കാരണം എല്ലാവർക്കും അറിയാം, ഒരു ദൈവം ഉണ്ടെന്നുള്ളതായ സത്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആഗ്രഹം. എന്നാൽ സത്യദൈവം ആരാണെന്ന് അറിയാത്തതുകൊണ്ട് മനുഷ്യൻ തങ്ങൾക്ക് കാണുന്നതായ ദൈവങ്ങളെ എല്ലാം ആശ്രയിച്ച് പോവുകയാണ്. അങ്ങനെ മനുഷ്യരെ ദൈവമായിട്ട് കാണുന്നു, ചിത്രങ്ങളെ ദൈവമായിട്ട് കാണുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. എന്നാൽ സത്യാന്വേഷികളായ ആളുകളോട് ദൈവം തീർച്ചയായും ഇടപെടുവാനിടയാകും. ആ സ്ത്രീ പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ് അങ്ങോട്ട് ചെന്നിട്ട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ യേശുവിനെ കുറിച്ചൊന്ന് പറയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? അവൻ ദൈവമാണെന്ന് പറയും, അവൻ സൗഖ്യമാക്കുമെന്ന് പറയും, അവൻ നമുക്ക് വേണ്ടി മരിച്ചെന്ന് പറയും, അവൻ രക്ഷകനാണെന്ന് പറയും, അവൻ വലിയ ദൈവമാണെന്ന് പറയും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. അങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരോ പറഞ്ഞത് എന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇവൻ യഥാർത്ഥമായും ലോകരക്ഷകനാണെന്ന് ഞങ്ങൾ തന്നെ കേട്ടിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ശമരിയ സ്ത്രീ യേശുവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അറിയാമോ, അവൾ പാപിനിയായിരുന്നുവെങ്കിലും നല്ല ഭക്തിയുള്ളവളായിരുന്നു. നമ്മൾ ചിന്തിക്കും പാപത്തിലായിരിക്കുന്നവർക്ക് ഭക്തിയില്ല എന്ന്. യഥാർത്ഥത്തിൽ അവർക്കുള്ള ഭക്തി പോലും നമുക്കില്ല.
അവർ ഒരുപാട് ഭക്തിയും ആചാരങ്ങളുമൊക്കെ നടത്തും. അവർ ചെയ്തതായ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഭക്തി സംബന്ധമായ എത്ര ആചാരങ്ങൾ വേണമെങ്കിലും അവർ ചെയ്യും. അതിന് മനസ്സുള്ളവരാണ്. അതുകൊണ്ട് യേശുവിനെ കണ്ടപ്പോൾ തന്നെ ആ ജീവജലം എനിക്ക് നൽകാമോ? അപ്പോൾ എനിക്ക് എപ്പോഴും വന്നിട്ട് വെള്ളം വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കർത്താവ് പറയാനിടയായി, നീ പോയിട്ട് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. അവൾ അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഇല്ലല്ലോ. അവൾ അങ്ങനെയാണ് എല്ലാവരുടെയും അടുക്കൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും അവൾ പറഞ്ഞത് വിശ്വസിച്ചു. എന്നാൽ യേശുവിനോട് പറഞ്ഞാൽ പറ്റുമോ? മനുഷ്യൻ പുറമേയുള്ളത് മാത്രം നോക്കുന്നു, എന്നാൽ യേശു ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് കള്ളം പറഞ്ഞാൽ ഒരിക്കലും അനുഗ്രഹം കിട്ടില്ല. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ ഉള്ളതുപോലെ തന്നെ പറയണം. നിങ്ങൾ ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കള്ളമാണോ പറയുന്നത്, സത്യമാണോ പറയുന്നത്? വേദനയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഓ വേദനയൊന്നുമില്ലെന്നേ. എന്തെങ്കിലും ബ്ലീഡിങ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഓ ബ്ലീഡിംഗ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ പരിശോധിക്കാം. വേണ്ട എനിക്ക് നാണമാ, ഞാൻ ഷർട്ട് ഊരത്തില്ല, ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് തൊണ്ടയ്ക്ക് വേദനയാണ്, വായു തുറക്കാൻ പറഞ്ഞാൽ തുറക്കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? പിന്നെ നിനക്ക് എങ്ങനെയാണ് നിന്റെ അസുഖം മാറുന്നത്, മരുന്ന് ലഭിക്കുന്നത്? എന്താണ് ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്താണ് പറയേണ്ടത്? ഉള്ളതുപോലെ പറയണം. പരിശോധിക്കാൻ വേണ്ടി ഷർട്ട് ഊരാൻ പറഞ്ഞാൽ നീ ഷർട്ട് ഊരണം. ഈ കാലത്ത് അനേകം ആളുകളും യേശുവിന്റെ അടുക്കലേക്ക് വരും, എന്നാൽ ഹൃദയം തുറക്കാതെ പ്രാർത്ഥിക്കാറുണ്ട്. മനസ്സ് തുറക്കാതെ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നിന്റെ മനസ്സിലുള്ളത് കർത്താവിനോട് പറയാതിരുന്നാൽ, നിന്റെ സങ്കടങ്ങൾ കർത്താവിനോട് പറയാതിരുന്നാൽ പ്രയോജനമില്ല. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് വാസ്തവമാണ്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അതിശയിച്ചു. എന്റെ രഹസ്യങ്ങൾ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇവൻ വാസ്തവമായും രക്ഷകനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ അപ്പോൾ തന്നെ ആ കുടം ഉപേക്ഷിച്ച് ഗ്രാമത്തിൽ ചെന്ന്, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞു തന്ന ഇവൻ ക്രിസ്തുവല്ലേ എന്ന് പറഞ്ഞ നാട്ടുകാരോടെല്ലാം പറഞ്ഞിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് അവരെ വിളിച്ചുകൊണ്ടുവന്നു. എല്ലാവരും വന്ന ശേഷം 2 ദിവസം അവിടെ പാർത്ത് മീറ്റിംഗ് നടത്തി. എന്താണ് ആ 2 ദിവസം ദൈവവചനം കേട്ട ശേഷം അവർ പറഞ്ഞ വാക്കെന്താണ്? ഇപ്പോൾ നീ പറഞ്ഞതിൻ പ്രകാരം അല്ല, ഞങ്ങൾ അവങ്കൽ നിന്ന് കേട്ടിട്ട് ഇവൻ യഥാർത്ഥത്തിൽ ലോകരക്ഷകനായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കും നാം. എത്രയോ സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ TV പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ട്, എത്രയോ മീറ്റിങ്ങുകൾ കേട്ടിട്ടുണ്ട്. പറയുക, എന്നെ തിട്ടപ്പെടുത്താൻ കഴിയില്ല അല്ലേ? പിന്നെ യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? യഹോവയെ രുചിച്ച് അറിയുക. അതാണ് വചനം പറയുന്നത്. യേശുവിനെക്കുറിച്ച് കേൾക്കുന്നത് വേറെയാണ്, യേശുവിനെ രുചിച്ചറിയുന്നതും വേറെയാണ്. എന്നെ കണ്ടിട്ടുണ്ടോ, എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു അർത്ഥമാണ്. അറിയാമോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എഴുന്നേറ്റ് പറയാനിടയായി, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് ദൈവദാസനെ അറിയാം, നിങ്ങളെ ആളുകൾ ഉപദ്രവിച്ചത് അറിയാം, നിങ്ങൾ സൈക്കിളിൽ പോയത് എനിക്കറിയാം, നിങ്ങൾ ഏത് മുറിയിലാണ് താമസിച്ചത് അതറിയാം. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? പാസ്റ്റർ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. എന്നാൽ എന്നെ അറിയാവുന്ന ആളുകൾ എന്താണ് പറയുന്നത്? ഇത്ര വലിയ ദൈവദാസൻ സൈക്കിളിൽ നടക്കുമെന്നോ, ഇത്ര വലിയ ദൈവദാസൻ കുടിലിൽ പാർത്തുവെന്നോ, ഇത്ര വലിയ ദൈവദാസന് 1 രൂപയാണോ സ്വതരാജ് കിട്ടുന്നത്? ചുമ്മാ പറയുന്നതാ. എന്താണ്? എന്നാൽ കാണുന്നവർ എന്താണ് പറയുന്നത്? സത്യമാണ്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടതാണ്, യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ലോകക്കാർ എന്താണ് പറയുന്നത്? എന്തിനാണ് യേശുക്രിസ്തു മരിച്ചത്? അതൊക്കെ വെറുതെയാണ്. യേശുക്രിസ്തു എപ്പോഴാണ് മരിച്ചത്? അവൻ വിദേശീയരുടെ ദൈവമാണ്, അവൻ വേറെ രാജ്യത്തുള്ളവനാണ്, നമ്മുടെ നാട്ടുകാരനല്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ യേശുവിന്റെ ക്രൂശിലെ സ്നേഹം അറിയുന്നവൻ എന്ത് പറയുന്നു? അവൻ എന്റെ രക്ഷകൻ. മനസ്സിലായോ? ക്രൂശിന്റെ സന്ദേശം നശിച്ചു പോകുന്ന ആളുകൾക്ക് ഭോഷത്വമാണ്, എന്നാൽ നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാകുന്നു. ഈ ലുദിയ എന്ന പേരുള്ള സ്ത്രീ ഒരു വ്യാപാരം ചെയ്തിരുന്നവളാണ്. അവൾ പൗലോസ് പ്രസംഗിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. പ്രസംഗത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാതെ പ്രസംഗകനെ കുറിച്ച് തന്നെ പറയുകയാണ് എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ പ്രാർത്ഥിച്ചാലേ അസുഖം മാറൂ എന്ന് ഏതെങ്കിലും ദേവദാസൻ പറയുകയാണെങ്കിൽ സൂക്ഷിക്കേണ്ടതാണ്. അവർ ശരിയായ ദേവദാസന്മാർ ആയിരിക്കുമോ അല്ലയോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് വേറെ സംഗതിയാണ്. ആരുടെ നാമത്തിൽ? സൗഖ്യം പ്രാപിച്ചത് ജയ്പാൽ പാസിന്റെ നാമത്തിലല്ല. ആരുടെ നാമത്തിലാണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. എന്തുകൊണ്ട് അവന്റെ നാമത്തിന് അത്ര വലിയ ശക്തിയുണ്ട്? അവൻ സ്വർഗത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
മനുഷ്യന്റെ രൂപത്തിൽ വസിച്ചു. ക്രൂശ് മരണത്തിനു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചുകൊടുത്ത് തന്റെ പ്രാണനെ ക്രൂശിൽ ഏൽപ്പിച്ചുകൊടുത്തതുകൊണ്ട്, നമ്മുടെ പാപത്തിന് അവൻ യാഗമായി തീർന്നതുകൊണ്ട്, നമ്മുടെ പാപത്തിന്റെ രക്ഷയ്ക്കായി തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമമായി ഉയർത്തപ്പെടാനിടയായി. എല്ലാ മുഴങ്കാലുകളും അവന്റെ മുൻപിൽ മടങ്ങുമെന്നും എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുമെന്നും ദൈവം അരുളി ചെയ്തു. എന്നാൽ ഇന്ന് അനേകരും ഇത് കേട്ടിട്ടും എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? ഈ ലോകത്തിൻ്റെതായ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ അടച്ചുകളഞ്ഞു. അവരുടെ കണ്ണുകളെ കുരുട്ടാക്കിയതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ളതായ രക്ഷയെ കാണുവാൻ കഴിയുന്നില്ല. അവരുടെ തെറ്റല്ല അത്. നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ അന്ധകാരത്തിൽ കിടക്കുന്നതായ ആളുകളെ, അതുപോലെ പിശാചിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ആളുകളെ വിടുവിക്കുവാൻ ഇടയാകും. അവരുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും. ഇവിടെ ലുദിയയെ നോക്കുമ്പോൾ ദൈവം ആരാണെന്നറിയില്ല എങ്കിലും പ്രസംഗം കേൾക്കുകയാണ്. ഇവിടെ വചനത്തിൽ പറയുന്നു, ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നത് കൊണ്ട് അവൾ വചനം ശ്രദ്ധിക്കുവാൻ ഇടയായി. ദൈവം അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന മൂടുപടത്തെ, ആ അന്ധകാരത്തെ എന്താണ് ചെയ്തത്? നീക്കിക്കളഞ്ഞു. കണ്ണു തുറക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിലുള്ള മഹത്വത്തെ അവൾ തിരിച്ചറിഞ്ഞ് അവന്റെ വചനത്തിൽ പൂർണ്ണമായി ശ്രദ്ധിച്ച് ആ ദിവസം തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് തന്റെ വീട്ടിൽ ചെന്ന എല്ലാവരോടും ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് തന്റെ കുടുംബക്കാരെ എല്ലാവരെയും സ്നാനപ്പെടുത്തുകയും ചെയ്യുവാനിടയായി. വലിയൊരു സാക്ഷ്യമാണ്. എന്നാൽ ഈ കാലത്ത് എന്തുകൊണ്ട് നാം മാറുകയും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ മാറാതിരിക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ മാനസാന്തരം ശരിയല്ലായിരുന്നു. എന്താണ്? നമ്മുടെ മാറ്റം ശരിയായിട്ടില്ല. ഒരു ഭാഗത്ത് മാറിയിട്ടുണ്ട്, മറുഭാഗത്ത് മാറിയിട്ടില്ല. നിങ്ങൾ ദോശ കഴിച്ചിട്ടില്ലേ? ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ഭാഗം വെന്തിട്ട് എന്താണ് ചെയ്യുന്നത്? അത് തിരിച്ചിടുമല്ലോ. ഒരു വശം വെന്തിട്ട് തിരിച്ചിടാതെ ഒരു വശം മാത്രം വെന്തിട്ട് മറുവശം പച്ചയ്ക്ക് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഒന്നിനും കൊള്ളില്ല. എന്താണ്? അത് കഴിക്കുവാൻ സാധിക്കുകയില്ല. ചർച്ചിൽ വരുമ്പോൾ വലിയ ഭക്തയായിരിക്കും, വീട്ടിൽ ചെന്നാൽ പിന്നെ പച്ചത്തെറിയായിരിക്കും വിളിക്കുന്നത്. നിന്റെ ഭർത്താവ് മാറുമോ ഇല്ലയോ? എങ്ങനെ മാറാൻ കഴിയും? മാറില്ല. എന്താണ്? ദൈവസന്നിധിയിൽ ചെന്നിട്ട് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ കോപത്തോടെ ദേഷ്യത്തോടെ ആയിരിക്കും നോക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിന്നെ കണ്ട് നിന്റെ ഭർത്താവ് മാറുമോ? എന്തിനാണ് നീയൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുവാൻ ഇടയാകും. കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കാണുന്നതായ തെറ്റുകളെ കണ്ടുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ യേശുവിൽ വിശ്വസിക്കാത്തത്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ നിമിത്തമാണല്ലോ എന്റെ നാമം മറ്റുള്ളവരുടെ നടുവിൽ ദൂഷിക്കപ്പെടുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ വിലയില്ലാത്തതിന്റെ കാരണം ക്രിസ്ത്യാനികളെന്ന പേരവർ ഇട്ടിരിക്കുന്നു. എന്നാൽ മദ്യപാനികളായിരിക്കും, വ്യഭിചാരം ചെയ്യുമായിരിക്കാം, കളവ് കാണിക്കുമായിരിക്കും, കള്ളം പറയുമായിരിക്കും. അങ്ങനെ പലവിധമായ പാപങ്ങളും അവർ ചെയ്യുന്നു. ആദ്യം നമ്മൾ മാറണം, അപ്പോൾ മറ്റുള്ളവരും മാറാനിടയാകും. ഇതൊരു മതമല്ല, ഇതൊരു കുലത്തെക്കുറിച്ചല്ല പറയുന്നത്. യഥാർത്ഥമായ ഹൃദയത്തിനുണ്ടാകുന്നതായ മാറ്റമാണ് ക്രിസ്തീയ ഭക്തി. ലുദിയായുടെ ഹൃദയം തുറന്നതുകൊണ്ട്, അവളുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തു വന്നതുകൊണ്ട് അവളുടെ ജീവിതം മാറിപ്പോയി. അങ്ങനെ മാറിയ ജീവിതവുമായി അവൾ ഭവനത്തിൽ ചെന്നപ്പോൾ അവളുടെ വീട്ടുകാരും മാറി. ആ ഭവനം മുഴുവൻ ഒരു പ്രാർത്ഥനാ സ്ഥലമായിട്ട് മാറുവാനിടയായി. യേശുക്രിസ്തു ആകുന്നു യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ, നിങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ വീട്ടുകാരെല്ലാം മനസാന്തരപ്പെടുത്തി നീ സാക്ഷ്യം പറയണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയണം. നമ്മുടെ മക്കൾ നരകത്തിലാണെങ്കിൽ അത് സഹിക്കുമോ? നമ്മൾ സ്വർഗത്തിലും നമ്മുടെ മക്കൾ നരകത്തിലുമാണെങ്കിൽ നമ്മൾ സഹിക്കുമോ? എന്താണ്? ആ ഭാരത്തോടുകൂടി നാം പ്രാർത്ഥിക്കണം. ലുദിയായുടെ ജീവിതത്തിൽ അവൾ വീട്ടുകാരെ എല്ലാം രക്ഷിക്കപ്പെടുത്തുവാനിടയായി. തന്റെ വീടൊരു പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റുവാനിടയായി. നിങ്ങളുടെ വീടുകളിൽ എത്ര പേർ കുടുംബ പ്രാർത്ഥന നടത്തുന്നവരുണ്ട്? കൈ ഉയർത്താമോ? വളരെ സന്തോഷം, കുറച്ചു പേരെങ്കിലും ഉണ്ടല്ലോ. നാം കുടുംബ പ്രാർത്ഥന ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ വീടിന് ചുറ്റും കാവലായി തീരും. ദൈവദൂതന്മാർ കാവൽ ചെയ്യുമ്പോൾ നിനക്ക് രോഗമുണ്ടാകില്ല, നിന്റെ ജീവിതത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, നിനക്ക് ആകുലതകൾ ഉണ്ടാകില്ല, അനാവശ്യമായ ദുഃഖം ഉണ്ടാകില്ല, അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാകില്ല. എന്നാൽ പ്രാർത്ഥിക്കാത്തതായ സമയത്ത് പിശാചും അവന്റെ കൂട്ടാളികളും ദുഷ്ടാത്മശക്തികളും നിന്റെ ഭവനത്തിന് ചുറ്റും കറങ്ങുന്നതുകൊണ്ട് നിന്നെയും നിന്റെ വീട്ടുകാരെയും അത് ബാധിക്കുവാനിടയാകും. ഈ ദിവസം മുതൽ ലുദിയ അവളുടെ ഹൃദയം തുറന്നു, അവൾ പ്രാർത്ഥിച്ചു, വീട്ടുകാരെയെല്ലാം രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അവളുടെ വീടിനെ പ്രാർത്ഥനാ സ്ഥലമായിട്ട്
മാറ്റുകയും ചെയ്തു. ഈ ദിവസം മുതൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു നോക്കുക. എന്റെ നാമത്തിൽ നിങ്ങൾ എന്തു തന്നെ ചോദിച്ചാലും അത് നിങ്ങൾക്ക് നൽകാമെന്ന് അവൻ പറഞ്ഞു. പ്രാർത്ഥനയിൽ നിങ്ങൾ യാചിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണം. ചിലരാണെങ്കിൽ എന്തൊക്കെയോ ചിലത് പ്രാർത്ഥിച്ചിട്ട് അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രാർത്ഥനയിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം പോരാടണം. പോരാടുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരു അനീതിയുള്ള ന്യായാധിപനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് എനിക്ക് ന്യായം ചെയ്തു തരൂ എന്ന് പറഞ്ഞപ്പോൾ പണം വാങ്ങാതെ ആർക്കും ന്യായം ചെയ്തു കൊടുക്കാത്തതായ വ്യക്തി. എന്നാൽ ഇവർ എല്ലാ ദിവസവും വന്നിട്ട് യജമാനാ എന്നെ സഹായിക്കണമേ, യജമാനാ എനിക്ക് നീതി ചെയ്തു തരണമേ, യജമാനെ എന്നെ സഹായിക്കണമേ. ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ വീണ്ടും യജമാനനെ, വീണ്ടും പറഞ്ഞു വിട്ടാൽ യജമാനനെ, വീണ്ടും പോയിട്ട് വന്ന് യജമാനനെ. അപ്പോൾ അനീതിയുള്ള ന്യായാധിപൻ എന്താണ് പറഞ്ഞത്? ഇവൾ വീണ്ടും എൻ്റെ മുൻപിൽ വന്നിട്ട് എൻ്റെ മുഖത്തടിക്കാതിരിക്കേണ്ടതിന് പണം തന്ന ആളുകളുടെ കേസൊക്കെ മാറ്റിവെച്ചിട്ട് ആദ്യം ഇവരുടെ കാര്യം പരിഗണിക്കുവാനിടയായി. എന്താണ്? ഒരു അനീതിയുള്ള ന്യായാധിപൻ ന്യായം ചെയ്യുമ്പോൾ നമ്മുടെ നീതിമാനായ ന്യായാധിപൻ തന്നോട് നിലവിളിക്കുന്നവർക്ക് അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് ഉത്തരമരുളാതെ ഇരിക്കുമോ? നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടുകാർ മാത്രമല്ല അനേകം കുടുംബക്കാരുണ്ടല്ലോ എൻ്റെ വിഷയമായിട്ട്. എനിക്ക് വലിയൊരു പ്രാർത്ഥനയുടെ ബുക്കുണ്ട്. ആ ബുക്കിൽ എല്ലാവരുടെയും പേരും വിഷയങ്ങളും എഴുതി വെച്ച് ഓരോരുത്തർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ വേണ്ടി എനിക്ക് കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ കുറിച്ച് എനിക്ക് ഓർമ്മ തരുന്നതായ സമയത്ത് പ്രാർത്ഥനയുടെ പ്രേരണ എനിക്ക് ലഭിക്കും. അങ്ങനെ പ്രേരിപ്പിക്കുന്ന സമയത്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ പ്രാർത്ഥന ചെയ്തിട്ട് നോക്കുമ്പോൾ ആ ലിസ്റ്റ് ഞാൻ പരിശോധിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനകളിലും 90% എനിക്ക് മറുപടി ലഭിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് വെറുതെ ഇരിക്കരുത്, പറഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്. നിന്റെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്താണെങ്കിലും, കുടുംബത്തിൽ കലഹമുണ്ടായെങ്കിൽ, അതുപോലെ അമ്മായിമ്മയും മരുമകളും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും ഒന്നാകില്ല. അമ്മായിമ്മയും മരുമകളും ഒരുമിച്ചാൽ വീട് സ്വർഗമാകുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭർത്താവ് അപ്പോൾ എന്താണ്? രാജാവായി മാറുമെന്നാണ്. എന്താണ്? രാജകൊട്ടാരം പോലെയായിരിക്കും. എന്താണ്? അതുകൊണ്ടാണ് എല്ലാ ഭവനങ്ങളിലും പിശാച് ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നത കൊണ്ടുവരുന്നത്. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പവും കാണില്ല, എന്നാൽ ഹൃദയത്തിൽ മാത്രം എന്തെങ്കിലുമൊക്കെ കുശുകുശുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ വലിയ ക്രൂരതയൊക്കെ കാണിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയില്ല. ഇപ്പോഴത്തെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ മനസ്സിലുള്ളത് വെളിയിൽ പറയുകയില്ല. പണ്ടൊക്കെ എന്തെങ്കിലും സങ്കടം വരികയാണെങ്കിൽ നിലവിളിച്ച് കരയുമായിരുന്നു. ഇപ്പോൾ കരയില്ല. നിലവിളിച്ചിട്ട് എത്ര കാലമായി? ഞാൻ ഒരു നാട്ടിൽ സേവ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ട് 6 മാസം കരഞ്ഞവർ. എൻ്റെ ചേട്ടോ, ഇതെന്താണ്? അയാൾ മരിച്ചിട്ട് കുറേ നാളായിട്ടില്ല, പിന്നെ എന്തിനാണ് ഇപ്പോൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അങ്ങനെ കരഞ്ഞില്ലെങ്കിൽ അവർക്ക് സ്നേഹമില്ലെന്ന് വിചാരിക്കും, അതുകൊണ്ട് കരച്ചിൽ വന്നെങ്കിലും കരയും. എന്നാൽ ഈ കാലത്ത് മരിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞാലും എന്ന് പറയല്ലാതെ വായു തുറക്കത്തില്ല, നിലവിളിക്കില്ല, കണ്ണുനീരൊഴുക്കില്ല, മനസ്സിലാണ് കരയുന്നത്. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് പെട്ടെന്നുണ്ടാകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? മനസ്സിൽ തന്നെ വെക്കുന്നത് കൊണ്ട് തന്മൂലമായിട്ട് BP കൂടുവാനിടയാകും, ഷുഗർ കൂടുവാനിടയാകും. സങ്കടം മനസ്സിൽ തന്നെ വെക്കുന്നത് കൊണ്ട് അവസാനം ഡിപ്രഷനിലേക്ക് കടന്നു പോകും. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള വിഷാദമാണ്, വലിയൊരു ദുഃഖമാണ്. വളരെ വിഷാദത്തോടുകൂടി ദുഃഖത്തോടുകൂടി സമയത്തിന് ആഹാരം കഴിക്കത്തില്ല, ആരോടും സംസാരിക്കത്തില്ല, എപ്പോഴും മാറിയിരിക്കും. എങ്ങനെയുള്ളത്? ആ സങ്കടം അവർക്ക് സഹിക്കാൻ കഴിയത്തില്ല. അത് കണ്ട് പിശാച് അവരെ പിടിക്കുവാനിടയാകും. എപ്പോഴാണെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ അത് ക്രമപ്പെടുത്തുക. ആരോടെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ ക്ഷമ യാചിക്കുക. നീ യാഗം കഴിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് സഹോദരനോട് പോയി ക്ഷമയാചിക്കുക എന്നവൻ പറഞ്ഞു. എല്ലാ സഹോദരിമാരും അവരുടെ ഭവനത്തിന്, നിങ്ങൾ ഭവനത്തിന് ദീപമാണ്. നമ്മുടെ ഭാരതത്തെക്കുറിച്ച് നമുക്കറിയാം. വീടിന്റെ വിളക്കാകുന്നു അവിടുത്തെ സ്ത്രീ. സദൃശവാക്യങ്ങൾ 31-ാം അധ്യായം വീണ്ടും വായിക്കുക. എങ്ങനെയാണ് ഒരു ഭവനത്തിൽ സ്ത്രീ ഭർത്താവിന്റെ കിരീടമായിരിക്കുന്നത്? എങ്ങനെയാണ് അവരുടെ ആൺമക്കളും പെൺമക്കളും അവളെ പുകഴ്ത്തുന്നത്? എങ്ങനെ ആ കുടുംബം ഐശ്വര്യമായി തീരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്ന് ദൈവം നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ടതായ സഹോദരി, രക്ഷിക്കപ്പെട്ടതായ സഹോദരൻ, അല്ലെങ്കിൽ മാതാവോ പിതാവോ ആകട്ടെ, നിങ്ങൾ നിങ്ങളുടെ വീടിന് ഒരു വിളക്കായി തീരണം. അതുപോലെ രക്ഷിക്കപ്പെടാത്ത നിന്റെ വീട്ടുകാർക്ക് വേണ്ടി എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. മാനസാന്തരപ്പെടാത്തവരെ വഴക്കു പറയരുത്. മാനസാന്തരപ്പെടാത്തവരെ വെറുക്കുവാൻ പാടില്ല. മാനസാന്തരപ്പെടാത്തവരെ കുറിച്ച് അവർ മാറില്ല
എന്ന് നിങ്ങളുടെ മനസ്സിൽ അവിശ്വാസം ഉണ്ടാകുവാനും പാടില്ല. നിങ്ങളോർക്കുക, ദൈവത്തിന് മാറ്റുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനിയൊരിക്കലും ജനിക്കുകയുമില്ല. യേശുക്രിസ്തുവിനെ ക്ഷമിക്കുവാൻ കഴിയാത്ത വലിയ പാപം, അവന്റെ രക്തത്താൽ കഴുകപ്പെടാൻ കഴിയാത്തതായ ഒരു പാപം ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല. എത്ര വലിയ പാപമാണെങ്കിലും അവൻ ക്ഷമിക്കും. ഏത് പാപിയോടും അവൻ ക്ഷമിക്കും. അതുകൊണ്ട് എല്ലാവരും നശിച്ചു പോകാതെ രക്ഷിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടുകാർ എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് വരെയും എല്ലാ ആൺമക്കളും എല്ലാ പെൺമക്കളും, നമ്മുടെ സഹോദരനും നമ്മുടെ സഹോദരിയും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ ചർച്ചക്കാരും എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടതിന് നാം ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് നമ്മുടെ 2 കരങ്ങളും ഉയർത്തി നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, എൻ്റെ കുടുംബത്തെ മാറ്റണമേ, എൻ്റെ ഭർത്താവിനെ നീ മാറ്റണമേ, എൻ്റെ മക്കളെ നീ മാറ്റണമേ, നിന്റെ രക്ഷയുടെ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. ലുദിയായെപ്പോലെ ഞാനും എൻ്റെ കുടുംബവും നിന്റെ നാമത്തെ അംഗീകരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ പിശാചിന് ഇടം കൊടുക്കാതെ, കലഹങ്ങൾക്ക് ഇടം കൊടുക്കാതെ, ദാരിദ്ര്യത്തിന് ഞങ്ങളുടെ ഭവനത്തിൽ ഇടമില്ലാതെ, ശാപത്തിന് ഭവനത്തിൽ ഇടമില്ലാതെ, രോഗങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ ഇടമില്ലാതെ നിന്റെ അനുഗ്രഹത്തെ നൽകണമേ അപ്പാ. നിന്റെ കൃപ ഞങ്ങൾക്ക് നീ നൽകണമേ. എൻ്റെ ഭവനത്തിൽ സമാധാനം നൽകണമേ. എൻ്റെ കുടുംബത്തിൽ സന്തോഷം നൽകണമേ. എൻ്റെ കുടുംബത്തിൽ സംതൃപ്തി നൽകണമേ. എൻ്റെ കുടുംബത്തിൽ സമൃദ്ധി നൽകണമേ അപ്പാ. ഞങ്ങൾക്കാവശ്യമായ വരുമാന മാർഗങ്ങളെ നൽകണമേ. ഞങ്ങൾക്കാവശ്യമായ ആഹാരം നൽകണമേ. ഞങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യം നീ നൽകണമേ. എല്ലാ പോരാട്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലുള്ളതായ എല്ലാ രോഗത്തിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഇപ്പോൾ തന്നെ സൗഖ്യം നീ നൽകണമേ. ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ നീ തുറക്കണമേ. എൻ്റെ വീട്ടുകാരുടെ ഹൃദയദൃഷ്ടി തുറക്കണമേ. നിന്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ നൽകുന്ന രക്ഷ പ്രാപിച്ചെടുക്കുവാൻ എനിക്ക് നിന്റെ ശക്തി നൽകണമെന്ന് എല്ലാവർക്കും വായു തുറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. അവർ കരങ്ങൾ ഉയർത്തി തങ്ങളുടെ ഹൃദയം തുറന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ ശ്രദ്ധിക്കണമേ. നിന്റെ ചെവി തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ നാമത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണമേ. ഏതൊക്കെ കുടുംബത്തിലാണോ പിശാചിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കുടുംബങ്ങളെ നസറേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. മദ്യപാനികളായിരിക്കുന്ന വ്യക്തികളെ നിന്റെ നാമത്തിൽ വിടുവിക്കുകയാണപ്പാ. അവർ യോഗ്യന്മാരായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവ് അവരെ ദർശിക്കുവാൻ വേണ്ടി നീ സഹായിക്കണമേ. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന യൗവന മക്കളെ നീ ശ്രദ്ധിക്കണമേ. ലോകത്തിൽ ആശ്രയിച്ച് നശിച്ചു പോകുന്ന ആളുകളെ നീ ഇന്ന് ദർശിക്കുമാറാകണമേ. പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ നസറേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ശാരീരികമായ രോഗത്താൽ ഭാരപ്പെടുന്നതായ ആളുകളെ, കുടുംബപരമായ വിഷയങ്ങളിൽപ്പെട്ട് ഭാരപ്പെടുന്നതായ ആളുകളെ നിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ക്യാൻസർ പേഷ്യന്റുകളെ, എയ്ഡ്സ് പേഷ്യന്റുകളെ, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെന്ന് പറയുന്ന ആളുകളെ, ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്ന് പറയുന്ന ആളുകൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ പരിപൂർണ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. മക്കളില്ലാത്തതായ ആളുകൾക്ക് നീ മക്കളെ കൊടുക്കുമാറാകണമേ. കുഞ്ഞുമായിട്ട് വന്നിട്ട് സഭയിൽ സാക്ഷ്യം പറയുവാൻ നിന്റെ അത്ഭുത കാര്യങ്ങളെ നീ ചെയ്യുമാറാകണമേ. തൈറോയ്ഡ് രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകളെ, BP കൊണ്ടും ഷുഗർ കൊണ്ടും ഭാരപ്പെടുന്ന ആളുകളെ, പലതരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നതായ ആളുകളെ, ശരീരത്തിന്റെ അവയവങ്ങളിൽ പലവിധമായ കുറവുകളുള്ളതായ ആളുകളെ നിന്റെ അടിപ്പിണരുകളിലുള്ളതായ സൗഖ്യം എല്ലാവർക്കും കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന യഹോവ ഞാനാണെന്ന് പറഞ്ഞതായ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശിരസ് മുതൽ ഞങ്ങളുടെ പാദം വരെയും നിന്റെ രക്തം ഒഴുക്കിക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ. ദുശീലങ്ങൾക്ക് അടിമയായ ആളുകളെ, പുകവലിക്ക് അടിമയായിരിക്കുന്നതായ ആളുകളെ, മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നതായ ആളുകളെ, മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്ന ആളുകളെ, ചീത്ത പറയുന്ന ദുശീലമുള്ള ആളുകളെ നസറേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. നിന്റെ ആത്മീയ ബലം ഞങ്ങൾ പ്രാപിച്ചുകൊണ്ട് പിശാചിനെ നേരിടുന്നതിനു വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ